നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൗതമേട്ടനാണല്ലോ വിളിച്ചേ. ഗൗതം ചേട്ടനോ? എന്തെങ്കിലും അത്യാവശ്യം കാണും, നീ തിരിച്ചു വിളിച്ചേ. ഇങ്ങോട്ട് വിളിക്കുന്നു. ആ എടുക്ക്, സ്പീക്കറിലിട്. ഹലോ ചേട്ടാ. വൃന്ദ, നിധി നിങ്ങളുടെ റൂമിലുണ്ടോ? ഇല്ല, നിധി ചേച്ചി ചേച്ചിയുടെ റൂമിലാണല്ലോ. കോളൊന്ന് സ്പീക്കറിലിടാവോ? നിങ്ങൾ എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കോള് സ്പീക്കർ ഫോണിലാ ചേട്ടാ. പറഞ്ഞോളൂ ഗൗതം ചേട്ടാ, ഞങ്ങൾ എല്ലാരും കേൾക്കുന്നുണ്ട്. എനിക്കും നിധിക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ചേട്ടാ, ഇതൊന്നും ഞങ്ങളോട് നേരത്തെ പറയാത്തെ. ഈ സമയത്താണോ ചേട്ടാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നേ? ഇനി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും? അല്ല, സ്പെഷ്യൽ ഡേ എന്താന്ന് പറഞ്ഞില്ലല്ലോ. വെഡിങ് ഡേ ആണോ? ആ പറയാം. ഞാൻ നിധി ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസമാണെന്ന്. ഓ, ഇതേ ദിവസം രാത്രി 12 മണിയാവുമ്പോ ഞാൻ അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന പതിവുണ്ട്. ചേട്ടാ, രാത്രി 12 മണിക്കോ? കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഇന്നും അത് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഗിഫ്റ്റ് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുക. ഓ, പാതിരാത്രി 12 മണിക്ക് എങ്ങനെയാ ചേട്ടാ നിധി ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നേ? അതെ, നിധി ചേച്ചി ഇവിടെയും ഗൗതമേട്ടൻ അവിടെയും അല്ലേ. പിന്നെ ഇതെങ്ങനെ നടക്കും? ഇത് കേട്ടപ്പോ ഞങ്ങളാകെ വിഷമത്തിലായല്ലോ ചേട്ടാ. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കൂ. ഞങ്ങൾ എങ്ങനെ സഹായിക്കാനാ? ഗിഫ്റ്റിന്റെ കാര്യം നിങ്ങൾ നിധിയോട് പറയരുത്. അവളെയും കൂട്ടി നിങ്ങൾ ഒന്ന് ഹോസ്റ്റലിന്റെ പുറത്തേക്കൊന്ന് വരാവോ? വരേണ്ട സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ, പാതിരാത്രി ഞങ്ങൾ നിധി ചേച്ചിയും കൊണ്ട് ഹോസ്റ്റലിന് വെളിയിലേക്ക് വരാനോ? അയ്യോ ചേട്ടാ, അതൊന്നും ഇപ്പൊ നടക്കില്ല. ഹോസ്റ്റലിന്റെ മെയിൻ ഡോർ അടച്ചു കഴിഞ്ഞു. ഇനി നേരം വെളുക്കാതെ ഞങ്ങൾക്ക് ഹോസ്റ്റലിന്റെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങാൻ പോലുള്ള അനുവാദമില്ല ചേട്ടാ. ചേട്ടാ, ഇതൊരു നടക്കാത്ത കാര്യോ? ഞങ്ങള് പെൺകുട്ടികളല്ലേ ചേട്ടാ. പാതിരാത്രി ഞങ്ങള് റോഡിലെ കണ്ട പ്രശ്നമാവും. നിങ്ങള് പുറത്തു വന്നു കഴിഞ്ഞാൽ പേടിക്കണ്ട, ഞാനുണ്ടാവില്ല കൂടെ. ചേട്ടന്റെയും നിധി ചേച്ചിയുടെയും ഈ ദിവസത്തെ പ്രത്യേകത ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഹെൽപ്ലെസ് ആണ് ഏട്ടാ. സത്യത്തിൽ ഞങ്ങക്ക് സങ്കടമുണ്ട് ചേട്ടാ. നമ്മൾ പൂജ കഴിഞ്ഞ് പിരിഞ്ഞ സമയത്തായിരുന്നെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ സെലിബ്രേറ്റ് ചെയ്യായിരുന്നല്ലോ. ഈ സർപ്രൈസിന് രാത്രി 12 മണിയാണ് ഞാൻ പ്ലാൻ ചെയ്ത സമയം. അല്ല, ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നമാവുമെങ്കിൽ വരണമെന്നില്ല. ഞാൻ എൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെക്കാം. നിധി അറിയാതെ ഇന്ന് അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ കാര്യം അവളോട് നിങ്ങൾ ആരും പറയണ്ട. അവൾ അറിയുമ്പോൾ അവൾക്ക് വലിയ സങ്കടമാവും. സോറി, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ചേട്ടാ, ആരവേ, ആ പിള്ളേരെ കൊണ്ട് അതൊന്നും നടക്കില്ല. അവർക്ക് അതിനൊന്നുള്ള ധൈര്യമില്ല. തൽക്കാലം ഞാനിത് വേണ്ടെന്ന് വെക്കുക. എന്തിനാ ചേട്ടാ വേണ്ടെന്ന് വെക്കുന്നത്? നടക്കാത്ത കാര്യം മോഹിച്ചിട്ട് എന്ത് ചെയ്യാനാ? വീട്ടിലായിരുന്നെങ്കിൽ നടന്നെ. ഇതിപ്പോ അവസ്ഥ ഇങ്ങനെ ആയി പോയില്ലേ? ചേട്ടന് ചേച്ചിയുടെ കയ്യിലെ മോതിരട്ടാ പോരെ? അതിന് ഞാൻ സഹായിക്കാം. നീ എങ്ങനെ സഹായിക്കും? നമ്മൾ ഗൗതമേട്ടനോട് അങ്ങനെ പറഞ്ഞത് ഏട്ടന് വിഷമായി കാണും. നല്ല വിഷമായിട്ടുണ്ടാവും. ഗൗതമേട്ടൻ ആവശ്യപ്പെട്ട കാര്യം നമ്മളെ കൊണ്ട് നടക്കില്ലല്ലോ. രണ്ടുപേരും രണ്ടിടത്തായി പോയി. ഈ സാഹചര്യത്തില് നമ്മൾ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന? സർപ്രൈസ് ഗിഫ്റ്റാ. നിധി ചേച്ചിക്ക് അത് അറിയൂല്ല. പാവം, ആകെ വിഷമായി കാണും. രാത്രി 12 മണിക്ക് നമ്മൾ എങ്ങനെ ഗിഫ്റ്റ് കൈമാറാനാ? ഗൗതമേട്ടൻ വീണ്ടും വിളിക്കുന്നു. വന്നേ. വല്ലതും നടക്കുമെന്ന് അറിയാനായിരിക്കും. നീ വാ. പാവം,
നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തില്ലെങ്കിൽ രണ്ടുപേരെയും ശാപം കിട്ടും. നീ ആ കോൾ എടുക്ക. ഫോൺ സ്പീക്കറിലിട്. സ്പീക്കർ. ഹലോ ഗൗതമേട്ട. നിധിക്ക് ഗിഫ്റ്റ് കൈമാറാൻ വേറൊരു ഐഡിയ ഉണ്ട്. അതെയോ? നിങ്ങൾ മനസ്സ് വെച്ചാ അത് നടക്കും. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതെ, രാത്രി 12 മണിയാവുമ്പോ ഞാൻ ആ ഹോസ്റ്റലിനകത്ത് വരും. ഗൗതമേട്ടൻ വിമൻസ് ഹോസ്റ്റലിന്റെ അകത്ത് വരുമോ? ഗൗതമേട്ട അതൊക്കെ പ്രശ്നാവേ? രാത്രി 12 മണിയാവുമ്പോ അവിടെ എല്ലാവരും ഉറക്കമായിരിക്കില്ലേ? ആ സമയത്ത് ഞാൻ അവിടെ വന്ന് നിധിക്ക് ഗിഫ്റ്റ് കൈമാറിയിട്ട് തിരികെ പോന്നോളാം. എന്നെ അവിടെ കാണുമ്പോ നിധിക്ക് സർപ്രൈസ് ആവും. ശരിക്കും അതൊരു സർപ്രൈസ് മൊമെന്റ് ആവും. അല്ല ചേട്ടാ, അതത്ര എളുപ്പമുള്ള കാര്യമാണോ? റിസ്ക് അല്ലേ? എടാ, റിസ്ക് ആണെന്ന് അവര് പറയുന്നത്. കാര്യം നടക്കുവോ? കാര്യം ഞാൻ നടത്തി തരാം. അവരൊന്നും അറിയണ്ട. നമ്മൾ വന്നോളാന്ന് പറ. അതെ, നിങ്ങൾ അതേപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. അകത്ത് കയറാൻ മാത്രം നിങ്ങൾ സഹായിച്ചാൽ മതി. മോതിരം കൈമാറിയിട്ട് ഞാൻ അപ്പൊ തന്നെ മടങ്ങും. ഒരു 5 മിനിറ്റ് മതിയല്ലോ. പാവം, ഒരു 5 മിനിറ്റ് അല്ലേ, നമുക്ക് ഹെൽപ്പ് ചെയ്താലോ? അതെ അതെ, ഗൗതമേട്ടൻ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പൊക്കോളൂ. അയ്യോ ഒന്നും വേണ്ട. നിങ്ങൾ ആരും ഒന്നും പറയാത്തെന്താ? ഹലോ ഹലോ. ഞങ്ങള് ട്രൈ ചെയ്യാം. ഗൗതമേട്ടനെ അകത്ത് കയറ്റുന്ന കാര്യം ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. പിന്നൊരു കാര്യം, ഞാൻ അങ്ങോട്ട് വരുന്ന കാര്യം നിധിയോട് പറയണ്ട. എല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഓക്കെ ചേട്ടാ.